ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ രണ്ടാമത്തെ അധ്യായമായ മധ്യകാല ഇന്ത്യ സമൂഹം, വിഭവം, വിനിമയം എന്ന അധ്യായമാണ്. ഹിന്ദുസ്ഥാൻ അത്ഭുതമുളവാക്കുന്ന ഭൂഭാഗമാണ്. മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് തികച്ചും വിഭിന്നമാണ്. ഇവിടുത്തെ പർവ്വതങ്ങൾ, നദികൾ, കാടുകൾ, മരുഭൂമികൾ എല്ലാം വ്യത്യസ്തമാണ്. ഇവിടുത്തെ മൃഗങ്ങൾ, ചെടികൾ, ജനങ്ങൾ, ഭാഷകൾ, മഴ, കാറ്റ് എല്ലാം വൈവിധ്യമാർന്നവയാണ്. മുഗൾ ചക്രവർത്തി ബാബറിൻ്റെ ഓർമ്മക്കുറിപ്പായ ബാബർനാമയിൽ നിന്നുള്ള ഭാഗമാണ് ഞാനിപ്പോൾ വായിച്ചത്. ഇന്ത്യയെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം? ഇന്ത്യയിലെ വൈവിധ്യങ്ങളും വിഭവങ്ങളുമാണ് ബാബർ വിശദീകരിക്കുന്നത്. ഈ വൈവിധ്യങ്ങളും വിഭവ സമൃദ്ധിയുമാണ് സഞ്ചാരികളെ മധ്യകാല ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നത്. അക്കാലത്തെ സാമൂഹിക സാമ്പത്തിക അവസ്ഥ മനസ്സിലാക്കുന്നതിന് അവരുടെ സഞ്ചാരക്കുറിപ്പുകൾ സഹായിക്കുന്നു. കൃഷിയും കൈത്തൊഴിലും. ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതിനും കന്നുകാലികളെ മേയ്ക്കുന്നതിനും ഭരണാധികാരികൾക്ക് ഭൂമിക്കരവും മേച്ചിൽക്കരവും കൊടുക്കണം. ഇതുപോലെ തന്നെ കച്ചവട വരുമാനങ്ങളിൽ നിന്നും നികുതി അടയ്ക്കണം. വരുമാനത്തിൻ്റെ 1/6 ഭാഗം നാടിൻ്റെ സംരക്ഷണത്തിനായി ഉപയോഗിക്കേണ്ടതാണ്. മധ്യ ഏഷ്യയിൽ നിന്നും ഇന്ത്യയിലെത്തിയ അൽ ബറൂനി എന്ന സഞ്ചാരിയുടെ വിവരണങ്ങളിൽ നിന്നുള്ള ഭാഗമാണ് ഞാനിപ്പറഞ്ഞത്. അൽ ബറൂനിയുടെ വിവരണത്തിൽ പരാമർശിച്ചിട്ടുള്ള തൊഴിലുകളും നികുതികളും ഏതൊക്കെയാണ്? മധ്യകാല ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു. പരുത്തി, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, നീലം, കരിമ്പ് തുടങ്ങിയവയായിരുന്നു അക്കാലത്തെ പ്രധാന വിളകൾ. കൃഷിക്ക് അനുയോജ്യമായതും എന്നാൽ കൃഷി ഇറക്കാത്തതുമായ ഭൂമി അക്കാലത്ത് ഇന്ത്യയിൽ ധാരാളം ഉണ്ടായിരുന്നു. ഇത്തരം ഭൂമിയിൽ ആദ്യമായി കൃഷി ചെയ്യുന്നവർക്ക് അതിൻ്റെ ഉടമസ്ഥാവകാശം ലഭിച്ചിരുന്നു. ഇപ്രകാരം കൃഷിഭൂമിയുടെ ഉടമാവകാശം നേടാൻ ഉത്സാഹശീലരായ കർഷകർ ശ്രമിച്ചു. കാർഷിക പുരോഗതിക്കായി ഭരണാധികാരികൾ സ്വീകരിച്ച നടപടികൾ ശ്രദ്ധിക്കൂ. ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി, വിത്തുകൾ വിതരണം ചെയ്തു, നികുതി ഇളവുകൾ നൽകി. ഓർത്തിരിക്കുക, കാർഷിക പുരോഗതിക്കായി ഭരണാധികാരികൾ ജലസേചന സൗകര്യങ്ങൾ സൗജന്യമായി ഒരുക്കിക്കൊടുത്തു, വിത്തുകൾ വിതരണം ചെയ്തു, നികുതി ഇളവുകൾ നൽകി. മധ്യകാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വേതനമായി ഭൂമി പതിച്ചു കൊടുത്തു. ഈ സമ്പ്രദായം സൽത്തനത്ത് കാലഘട്ടത്തിൽ ഇഖ്ത എന്നും മുഗൾ കാലഘട്ടത്തിൽ ജാഗിർദാരി എന്നും അറിയപ്പെട്ടു. കൃഷിയോടൊപ്പം കാർഷിക ഉപകരണങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പല കൈത്തൊഴിലുകളും ഗ്രാമങ്ങളിൽ നിലനിന്നിരുന്നു. അവ എന്തൊക്കെയായിരുന്നിരിക്കാം? ചർച്ച ചെയ്യൂ. ഉദാഹരണം പറഞ്ഞാൽ പലതരത്തിലുള്ള കൈത്തൊഴിലുകൾ തീർച്ചയായും ആ ഗ്രാമത്തിൽ അന്ന് നിലനിന്നിരിക്കണം. ലോഹപ്പണി, നെയ്ത്തുകൾ, അതുപോലെ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങളെ മനുഷ്യന് ഉപയോഗപ്രദമായ രീതിയിലുള്ള ഉൽപ്പന്നങ്ങളായി മാറ്റുന്ന രീതിയിലുള്ള നെയ്ത്ത്, അത്തരത്തിലുള്ള ഒരുപാട് കൈത്തൊഴിലുകൾ ഗ്രാമങ്ങളിൽ നിലനിന്നിരുന്നു. അവയെപ്പറ്റി നോക്കുമ്പോൾ നെയ്ത്തും മറ്റു കൈത്തൊഴിലുകളുമായിരുന്നു പട്ടണങ്ങളിലെ പ്രധാന തൊഴിൽ. ഗ്രാമീണ ജനത ഉൽപ്പാദിപ്പിച്ച പരുത്തിയും നീലവും പട്ടുനൂലും നെയ്ത്ത് വ്യവസായത്തെ ശക്തമാക്കി. ഇന്ത്യൻ നെയ്ത്തുകാർ വ്യത്യസ്ത ഗുണത്തിലും നിറത്തിലുമുള്ള വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിച്ചു. പട്ട്, പരുത്തി, കമ്പിളി എന്നിവ കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങൾ അവയിൽ പ്രധാനപ്പെട്ടവയായിരുന്നു. തുണി നെയ്ത്തിന് പുതിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചു. നൂൽ നൂൽക്കാനുള്ള ചർക്കയും നെയ്ത്തിനുള്ള തറികളും അവയിൽ പ്രധാനപ്പെട്ടവയായിരുന്നു. തുണികളിൽ ചായം മുക്കുന്നതിന് നീലവും നിറക്കൂട്ടുകളും ഉപയോഗിച്ചു. ഇന്ത്യൻ തുണിത്തരങ്ങൾ ലോക പ്രശസ്തി നേടി. നഗരങ്ങളും വാണിജ്യവും. വിജയനഗരം എന്ന മഹാനഗരി കിഴുക്കാംതുക്കായ മലനിരകൾക്കരികിലാണ്. നഗരത്തിൽ ആകർഷകമായ ഉദ്യാനങ്ങളും ഉപവനങ്ങളുമുണ്ട്. സമ്പൽ സമൃദ്ധിയുടെ കേദാരമായ ഈ നഗരത്തിലെ അങ്ങാടികളെല്ലാം വിലപിടിച്ച വസ്തുക്കളെ കൊണ്ട് നിറഞ്ഞവയാണ്. ഇന്ത്യയിലെത്തിയ ഇറ്റാലിയൻ സഞ്ചാരിയായ നിക്കോള കോണ്ടി വിജയനഗരത്തെക്കുറിച്ച് നൽകിയ വിവരണം ശ്രദ്ധിക്കൂ. കാർഷിക പുരോഗതി വാണിജ്യം അഭിവൃദ്ധിപ്പെടുത്താനുള്ള സാഹചര്യമൊരുക്കി. ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ, തുണിത്തരങ്ങൾ, തുകൽ, രത്നങ്ങൾ, ചന്ദനം, ലോഹങ്ങൾ, മുത്ത്, ആനക്കൊമ്പ് തുടങ്ങിയവ പുറം നാടുകളിൽ പ്രിയപ്പെട്ട വിഭവങ്ങളായിരുന്നു. ഈ വിഭവങ്ങളാണ് വ്യാപാരികളെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി കച്ചവടക്കാർ മധ്യകാലത്ത് ഇന്ത്യയിലെത്തി. ഇന്ത്യയുമായി വ്യാപാരം നടത്തിയ പുറംനാട്ടുകാർ ആരെല്ലാമായിരുന്നു? ചൈനക്കാർ,
അറബികൾ, പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ അങ്ങനെ ഈ നാട്ടിൽ നിന്നെല്ലാമുള്ളവർ ഇന്ത്യയിൽ വ്യാപാരത്തിനായി എത്തിച്ചേർന്നിരുന്നു. കോഴിക്കോട് നിന്ന് പരുത്തി തുണിത്തരങ്ങൾ മറ്റു സ്ഥലങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. ഈ തുണിത്തരങ്ങൾ യൂറോപ്യൻ വിപണിയിൽ കാലിക്കോ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കോഴിക്കോടിനെ യൂറോപ്യന്മാർ കാലിക്കറ്റ് എന്നാണ് വിളിച്ചത്. അങ്ങനെയാണ് കുറച്ചു നാൾക്ക് മുമ്പ് വരെ കോഴിക്കോടിന് കാലിക്കറ്റ് എന്ന പേര് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ പേര് പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട്. കോഴിക്കോട് എന്ന് തന്നെയാണ് ഇപ്പോൾ കോഴിക്കോടിൻ്റെ പേര്. വലിയ ജനസംഖ്യയും നിറഞ്ഞ സമ്പത്തുമുള്ള നഗരങ്ങളാണ് ഇന്ത്യയിലുള്ളത്. നഗരങ്ങളുടെ തെരുവോരങ്ങൾ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ കമ്പോളങ്ങളാണ്. വർണ്ണാഭമായ പട്ടണങ്ങളാണ് ഡൽഹിയും ദൗലത്താബാദും. ഇബ്നു ബത്തൂത്ത. ആഗ്രയും ഫത്തേപൂർ സിക്രിയും അഹമ്മദാബാദും ലോകത്ത് തന്നെ വലിയ നഗരമായ ലണ്ടനേക്കാൾ വലുതാണ്. ഡൽഹി ആകട്ടെ വലുതും സമ്പന്നവുമായ നഗരവും. റാൽഫ് ഫിച്ച്. സൽത്തനത്ത് കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച മൊറോക്കോ സഞ്ചാരിയായ ഇബ്നു ബത്തൂത്തയും മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷ് സഞ്ചാരിയായ റാൽഫ് ഫിച്ചും ഇന്ത്യയിലെ നഗരങ്ങളെക്കുറിച്ച് നൽകിയ വിവരങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അവയിൽ നിന്ന് അക്കാലത്തെ നഗരങ്ങളെക്കുറിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് ലഭിക്കുന്നത്? ഉൽപാദന കേന്ദ്രങ്ങളെയും ചന്തകളെയും കേന്ദ്രീകരിച്ചാണ് നഗരങ്ങൾ വളർന്നു വന്നത്. ഇത്തരത്തിൽ വളർന്നു വന്ന നഗരങ്ങളാണ് ധാക്ക, പൈത്താൻ, കാഞ്ചീപുരം, ഉറയൂർ, മധുര തുടങ്ങിയവ. കൈത്തൊഴിലുകാർ, വ്യാപാരികൾ, ഉദ്യോഗസ്ഥർ, പരിചാരകർ, അടിമകൾ തുടങ്ങിയവരായിരുന്നു നഗരവാസികൾ. നോക്കൂ, മധ്യകാല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങളുടെ മാപ്പാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഡൽഹി, ആഗ്ര, മുർഷിദാബാദ്, കൽക്കത്ത, ധാക്ക, അഹമ്മദാബാദ്, സൂറത്ത്, പൈത്താൻ, ഹംപി, കാഞ്ചീപുരം, മഥുര, കോഴിക്കോട്, കൊച്ചി, കൊല്ലം, മഹാബലിപുരം, ഉറയൂർ, തഞ്ചാവൂർ എന്നിവയായിരുന്നു അക്കാലത്തെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ. തൊഴിൽ കേന്ദ്രങ്ങൾ. കാർഖാനകൾ പ്രവർത്തിക്കുന്ന വലിയ മുറികൾ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. ഒരു മുറിയിൽ മേൽനോട്ടക്കാരന് കീഴിൽ ചിത്രത്തുന്നൽ നടത്തുന്നവരെയും കാണാം. മറ്റൊന്നിൽ സ്വർണ്ണപ്പണിയെടുക്കുന്നവരെ. ചായം പൂശുന്നവരും ചെരുപ്പുണ്ടാക്കുന്നവരും വെവ്വേറെ മുറികളിൽ പണി ചെയ്യുന്നുണ്ട്. ബർണിയർ എന്ന ഫ്രഞ്ച് സഞ്ചാരി തൊഴിൽ കേന്ദ്രങ്ങളെയും തൊഴിൽ വിഭാഗങ്ങളെയും കുറിച്ച് വിവരിക്കുന്നതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കാർഖാനകൾ എന്നാൽ നമുക്കൊക്കെ അറിയാം, ഒരു ഹിന്ദി വാക്കാണ് കാർഖാന എന്നത്. അന്ന് നമുക്ക് അറിയുന്നത് പോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്നും, അതായത് മുഗൾ സാമ്രാജ്യം അല്ലെങ്കിൽ സുൽത്താൻ സാമ്രാജ്യമൊക്കെ ഹിന്ദിയായിരുന്നു അവരുടെ ഭാഷ. അപ്പോൾ തീർച്ചയായും ഫാക്ടറികൾ പ്രവർത്തിക്കുന്നതിന് അവർ കാർഖാനകൾ എന്നായിരിക്കാം പറഞ്ഞിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് ആ സഞ്ചാരി കാർഖാനകൾ പ്രവർത്തിക്കുന്ന വലിയ മുറികൾ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട് എന്ന് പറഞ്ഞത്. പല രീതിയിലുള്ള പ്രവൃത്തികൾ, പല രീതിയിലുള്ള ഫാക്ടറി പ്രവർത്തനങ്ങൾ അന്നേ നടന്നിരുന്നു എന്ന് വേണം നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സഞ്ചാര സാഹിത്യത്തിൽ നിന്നും മനസ്സിലാക്കാൻ. ഒരു മുറിയിൽ മേൽനോട്ടക്കാരന് കീഴിൽ ചിത്രത്തുന്നൽ നടത്തുന്നവരെ കാണാം. അതായത് അന്ന് തന്നെ എംബ്രോയ്ഡറി വർക്ക് ഇന്ത്യയിൽ നടത്തുന്നുണ്ടായിരുന്നു. മറ്റൊന്നിൽ സ്വർണ്ണപ്പണിയെടുക്കുന്നവരെ കാണാം. ചായം പൂശുന്നവരും ചെരുപ്പുണ്ടാക്കുന്നവരും വെവ്വേറെ മുറികളിൽ പണി ചെയ്യുന്നുണ്ട്. ഒരു ഓർഗനൈസ്ഡ്, അതായത് ഒരു ചിട്ടയോടുകൂടി നടത്തപ്പെടുന്ന ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു കാർഖാന തന്നെയായിരുന്നു അന്നുണ്ടായിരുന്നത് എന്നാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ നോക്കാം അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ.